നൊയമ്പ് കാലം 4-ാം വാരം വ്യാഴം. തിരുവചനം: എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 42-ഉം 43-ഉം തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തന്നെ വിശ്വസിക്കാത്തതിന് യഹൂദരെ കുറ്റപ്പെടുത്തുന്നു. വിശ്വാസം അടിസ്ഥാനപരമായി ഒരു സമർപ്പണമാണ്, വിട്ടുകൊടുക്കലാണ്, എല്ലാം മറന്ന് ദൈവത്തിലുള്ള ആശ്രയമാണ്. പൂർണ്ണമായി ഒരാളിൽ ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായി മനഃശാസ്ത്രജ്ഞന്മാർ നടത്തുന്ന ഒരു ഗെയിമാണ് ട്രസ്റ്റ് ഫാൾ. നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ അതേ നിൽപ്പിൽ നേരെ പുറകിലോട്ട് വീഴുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് തല തറയിൽ തട്ടാതെ വീഴുന്ന മനുഷ്യനെ താങ്ങുന്നു. വീഴുന്ന മനുഷ്യന് പുറകുവശം കാണുവാൻ സാധിക്കുന്നില്ല. താങ്ങാനുള്ള ഫ്രണ്ട് വിശ്വസ്തനാണോ എന്ന് അറിയില്ല. താങ്ങാൻ പറ്റുമോ എന്നും അറിയില്ല. ഇപ്രകാരം മനുഷ്യർ തമ്മിലുള്ള വിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമാണ് മനുഷ്യന് ദൈവത്തിലുള്ള വിശ്വാസം. ദൈവവിശ്വാസം ആത്യന്തികമായി ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. വിശ്വാസം ഒരു ദാനമായി സ്വീകരിച്ചവനോട് നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു: ശക്തനും ധീരനും ആയിരിക്കുക, ഭയപ്പെടേണ്ട, കർത്താവാണ് കൂടെ ഉള്ളത്. വിശ്വസിച്ച് ജീവിതം പിതാവായ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച യേശുവാണ് നമ്മുടെ ഓരോരുത്തരുടെയും മാതൃക. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന യേശുവിൻ്റെ പ്രാർത്ഥനയാണ് നാം കുരിശിൽ നിന്നും കേൾക്കുന്നത്: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു.